പാലൊഴിച്ചുണ്ടാക്കുന്ന ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലർ ഡിഷ് ആണല്ലേ ബിരിയാണി എന്ന് പറയുന്നത്. ഹൈദരാബാദ് ബിരിയാണി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് ബിരിയാണി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ലക്നൗവി ബിരിയാണി അല്ലെങ്കിൽ അവാദി ബിരിയാണി. लखनऊ जब आइए तो लल्ला की बिरयानी जरूर खाइए. ലക്നൌവിലെ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കണേന്ന് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് കുറെ ലക്നൌവിൽ അടിപൊളി ബിരിയാണികളൊക്കെ പരിചയപ്പെട്ടല്ലോ. ആദ്യം തന്നെ ഇവിടെ നിന്ന് ആവാം. വേൾഡ് ഫേമസ് ആയ ലക്നൌവിലെ ഏറ്റവും ടോപ്പ് ബിരിയാണി എന്ന് പറയുന്ന ഇദ്രീസ് ബിരിയാണിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇതാണോ ഏറ്റവും നല്ല ബിരിയാണി എന്നൊക്കെ ചോദിച്ചു പോകും. പക്ഷേ ഒത്തന്റിക് ആയ അവാദി ബിരിയാണി ആണോ നിങ്ങൾ നോക്കുന്നത്? ഇനി ലക്നൌവിൽ പോയിട്ട് ആരെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഇദ്രീസ് ബിരിയാണി ആണെന്നാണ് പറയാ. എന്തായാലും പരിചയപ്പെടാം, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. സീസണിംഗ് ആണ് ഇതിന്റെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത്. കഴുകി വെച്ച മീറ്റിൽ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, റെഡ് ചില്ലി, ക്ലോസ്, കാർഡമൻ, സിന്നമൻ, പിന്നെ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് അതിലോട്ട് പാലൊഴിക്കുന്നത്. വെറും ഒരു പാലല്ല കേട്ടോ, ഇതിൽ മലായി ഉണ്ട്, മിൽക്ക് ക്രീം ഉണ്ട്, ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം വീണ്ടും അതിൽ മസാല ഇടും. എന്നിട്ട് സഫ്രാന്റെ വെള്ളം ഒഴിക്കുകയാണ്. ശരിക്കും റിച്ച് ആൻഡ് റോയൽ ആയിട്ടുള്ള ഒരു മിൽക്ക് മിക്സ്ചർ. അതിൽ നിന്നൊരു മണം വരും, അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. വേവിച്ചരി തോർത്തിലെടുത്ത് അതിലോട്ടിട്ട് സഫ്രാന്റെ സീസണിങ് ഒഴിച്ച വെള്ളം ഒഴിക്കും. എന്നിട്ട് അതിലോട്ട് ആ ഒരു മിൽക്ക് മിക്സ്ചർ വീണ്ടും ഒഴിച്ചിട്ടാണ് ദമ്മിടാൻ വെക്കുന്നത്. ഇതാണ് ഒത്തന്റിക് ആയിട്ടുള്ള അവാദി ബിരിയാണി. അവരിവിടെ ഇതിന് അവാദി പുലാവോ എന്നാണ് പറയുന്നത്. 1968 ഇദ്രീസ് ആണ് ഈ ഒരു ഇദ്രീസ് ബിരിയാണി തുടങ്ങുന്നത്. എന്തൊക്കെ വരികയാണെങ്കിലും രാവിലെ 11 മണി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. ഇരിക്കാനായിട്ട് ഒരു സീറ്റും തന്നെ ഇല്ല. പക്ഷേ ഹൈജീൻ എന്ന് പറഞ്ഞ സംഭവം അടുത്തുകൂടെ പോയിട്ടില്ല. നല്ല മണം, ഡെപ്ത് ഇൻ ഫ്രാഗ്രൻസ്, എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ഒരു ബിരിയാണി. സമാധാനമായിട്ട് പോയിട്ടിരുന്ന് കഴിക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോലും ഇല്ലാതെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലക്നൌവിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇദ്രീസ് ബിരിയാണി. ഇതിനുശേഷം നമ്മൾ നേരെ പോയതോ അമിനാബാദിലുള്ള വാഹിദ് ബിരിയാണിയിലോട്ടാണ്. 4ാമത്തെ തലമുറയാണ് ഈ റെസ്റ്റോറന്റ് ഒക്കെ ഇപ്പോൾ നോക്കിക്കൊണ്ട് നടത്തുന്നത്. 2024 സൊമാറ്റോ പ്രകാരം ലക്നൌവിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിക്കുള്ള അവാർഡൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ലോക പ്രശസ്തമായ ടുൻഡേ കബാബിന്റെ തൊട്ടടുത്താണ് ഈ ഒരു റെസ്റ്റോറന്റ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഷീർമൽ ഉണ്ടാക്കുന്നതും റൊട്ടിയും കബാബ്സും തന്തൂറൊക്കെ കാണാം. ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലക്നൌവിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളതൊക്കെ ഞാൻ അവസാനം പറയാട്ടോ. ഇതിനുശേഷം നേരെ കയറിപ്പോയതോ ടുൻഡേ കബാബിലെ ടുൻഡേ കബാബ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ ഞാനൊരു മട്ടൻ ബിരിയാണി വാങ്ങി. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയും നന്നായിരുന്നു. നല്ല ഇന്റീരിയറും ഫാമിലിയും ഒക്കെ ആയിട്ട് പോയി കഴിക്കുന്നുണ്ടെങ്കിൽ ഇന്ദിരാനഗറിലുള്ള ആദബി ദസ്തർഖാൻ എന്ന റെസ്റ്റോറന്റിൽ പോയാൽ മതി. ഇവിടുത്തെ ബിരിയാണിയും നന്നായിരുന്നു. ആ മട്ടൻ ബിരിയാണി കഴിച്ചതിന് ശേഷം ഷാഹിദ് കൂടെ കഴിച്ചപ്പോണ്ടല്ലോ നല്ലൊരു ഫീൽ ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. 32 വർഷത്തോളം പഴക്കമുള്ള ചൗക്കിലുള്ള ലല്ല ബിരിയാണിയിലോട്ടാണ് ഞാൻ പോയത്. ഇവിടുത്തെ ഓണർ ആയിട്ടുള്ള ശേഖർ ഭായ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. लल्ला बिरयानी में आपका स्वागत है. ഇരിക്കാനായിട്ട് അത്യാവശ്യം ഫാമിലിക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ്